അടിസ്ഥാനപരമായ ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ആ രക്ഷിതാവ് തന്നെയാണ്. ആ രക്ഷിതാവ് തൽക്കാലം സൗകര്യമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും മദ്രസയിൽ ഉസ്താദുമാരെ ഏൽപ്പിക്കുക എന്ന് മാത്രമുണ്ട്. ഒരു കുട്ടിക്ക് നമ്മൾ ആദ്യം എന്ത് പഠിപ്പിക്കണം? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തന്റെ വിശ്വവിഖ്യാതമായ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് അവ്വൽ വാജിബിൻ അലൽ ആബായി, പിതാക്കൾക്ക് ഏറ്റവും ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് ആ മക്കൾക്ക് ഔലാദുകളുടെ മക്കൾക്ക് പഠിപ്പിക്കലാണ്. എന്താണ്? അന്നൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു, അതുപോലെ തന്നെ മദീനയിൽ വഫാത്തായി എന്നടക്കമുള്ളതാണ് ഒരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ടത്. ഇത് പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസയിൽ വെച്ചാണ്. ഇന്നിവിടെ പാട്ടുപാടിയ ചെറിയ മക്കൾ മിക്കതും അവരുടെ പാട്ടിന്റെ കൗരന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വലിയ പേരെന്താണ് മക്ക, മദീന, വഫാത്താകുന്നത്. ഇത് തന്നെയാണ് കുട്ടികളുടെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിക്കണം. നാം സ്കൂളിൽ പോയാൽ അവിടുന്ന് ആദ്യം തന്നെ ഒരു കുട്ടി ആദ്യം തന്നെ അള്ളാഹ് എന്ന വാക്കാണ് ഉച്ചരിക്കേണ്ടത്. ഒരു കുട്ടിയെ കൈപിടിച്ച് രക്ഷിതാവ് മദ്രസയിലേക്ക് വരുമ്പോൾ നാം ആ കുട്ടിക്ക് ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ നാമമായിരിക്കട്ടെ ആ കുട്ടിയുടെ വായിൽ നിന്ന് ആദ്യം വരുന്നത്. അതാണ് ബർക്കത്ത്. അതിന് ഈ കുട്ടി ഈ ലോകത്തോട് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് എന്താക്കണം? അള്ളാഹുവിന്റെ പേര് കേട്ടിരിക്കണം. ഒരു ഭാഗ്യം കേട്ടാൽ ആ കുട്ടിയുടെ പിന്നെ ജീവിതത്തിലേക്ക് ആ കുട്ടിക്ക് പിശാചിന്റെ പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ ഭാഗ്യം കേൾക്കാനുള്ള സംവിധാനം അള്ളാഹുവിന്റെ തൗഫീഖ് ഇപ്പം വളരെ അപൂർവമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും ചില കുട്ടികൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് അത് ജീവിതത്തിൽ ആദ്യമാണ് അവർ കേൾക്കുന്നത് വെച്ചാൽ വീട്ടിൽ വ്യക്തികൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മള് ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് തന്നെ നമ്മള് നഴ്സറിയിലും എവിടെയൊക്കെ കൊണ്ടുപോയി ചേർക്കുന്ന അവർ പഠിച്ച് ഉഷാറാൻ വേണ്ടി. പക്ഷെ അതിനേക്കാൾ നമുക്ക് വാജിബ് നിർബന്ധം എന്താണ്? ആ കുട്ടികൾക്ക് അലിഫ് പഠിക്കും. സ്കൂളിൽ പോയിട്ട് ആപ്പിൾ ആപ്പിൾ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി പഠിക്കുന്നത്. നാം എന്താ ചെയ്യുന്നത്? എന്ന ആ വചനം അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ അലിഫ് പഠിപ്പിക്കും, അല്ലെങ്കിൽ അതേപോലെ ഇതെല്ലാം പഠിപ്പിക്കും. അപ്പൊ ഏതാണ് നാം ആ കുട്ടിക്ക് ആദ്യം സന്നിവേശിപ്പിക്കപ്പെടേണ്ടതെന്ന് നാം ഒന്ന് ആലോചിക്കണം. നന്നായി പഠിപ്പിച്ചാൽ കുട്ടികൾ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപയോഗപ്പെടും. ഇപ്പൊ തന്നെ ഇന്നലെ നമ്മളിവിടെ അനുമോദനം നടത്തിയ കുട്ടികൾ, അതിൽ നിന്ന് 4ൽ 3 പേരും ഇവിടെ മദ്രസയിൽ പഠിച്ച കുട്ടികളാണ്. അവരുടെ ജീവിതത്തിൽ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ആ കുട്ടികൾക്കൊക്കെ നല്ല ഭയവും സന്തോഷം നൽകുന്നവരാവട്ടെ. അവർക്ക് ആ ഭാവിയിൽ ആ ദീൻ കൈവിടാതെ തന്നെ ജീവിച്ചുകൊണ്ട് സമുദായത്തിന് സേവനം ചെയ്യാൻ. ഇനി ഒട്ടും മദ്രസയിൽ വരാതെ അവർ എത്ര പഠിച്ച് ഉയർന്നൊന്നും ഒരു കാര്യമില്ല. ദീന് പഠിക്കാതെ എന്തൊക്കെ പഠിച്ച് ഏതെല്ലാം അയ്യേണ്ടില്ല അതിനപ്പുറം പഠിച്ചിട്ടും കാര്യമില്ല. അത് നമുക്കില്ല, അത് നമ്മുടെ സമുദായത്തിലോ അല്ലെങ്കിൽ ആശ്രയത്തിലോ ഉപകാരം ചെയ്യില്ല. അത് അവർക്ക് സ്വയം ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ട് വന്നേക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്, എത്ര നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ആ വിദ്യാഭ്യാസം നേടിയ മക്കൾ നിങ്ങൾക്ക് ദുനിയാവിലും ആശ്രയത്തിലും ഉപകാരപ്പെടണമെന്നതിന്റെ നാല് രക്ഷിതാക്കൾ വിചാരിക്കുന്നുണ്ടോ അവർക്ക് നിർബന്ധമായും ദീനിക്കാനും പഠിപ്പിച്ചിരിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരൽപ്പം വലിയ കുട്ടികൾ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, പഠന രംഗത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും രക്ഷിതാക്കളുടെ പൂർണ്ണമായ പിന്തുണ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ മദ്രസയിലെ ഉസ്താദന്മാരെ നമ്മൾ വളരെയധികം കണിശമായി മദ്രസയിൽ വരാൻ വേണ്ടി നിർബന്ധിച്ചിട്ടും വീട്ടിൽ നിന്നുള്ള ആ നിർബന്ധം ഇല്ലാത്ത കാരണത്താൽ കുട്ടികൾ മദ്രസയിൽ എത്താതെ പോകുന്നത്. അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കുറഞ്ഞ കാലം കൊണ്ടെന്താ നമ്മളെ ആ മക്കൾ നമുക്ക് ഉപകാരപ്പെടാതെ അവർ പഠിക്കും, അവർ ജോലി ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാതാപിതാക്കൾ തമ്മിൽ ഭാഗ്യമെന്ന അതിനു വേണ്ടി ദ്വാ ചെയ്യുന്ന ഒരു സംഘാരമായിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ മുന്നിലിരിക്കുന്ന ഒട്ടനേകം ഡിഗ്രി സ്റ്റുഡൻസ്, ഓൾഡ് സ്റ്റുഡൻസിലൊക്കെ ധാരാളം കൂടെ 10
10ഉം 12ഉം എല്ലാം പഠിച്ചിരിക്കുന്ന കുട്ടികൾ അവർക്ക് ജീവിതത്തിൽ വളരെ റാഹത്താണ്. അവർ മദ്രസയിലും പഠിച്ചു, പിന്നെ അവർ കോളേജിൽ പഠനം തുടർന്നിരിക്കൊണ്ടിരിക്കുന്നു, ചില ആളുകൾ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അവർക്ക് ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ദുന്യവിയായിട്ടും ഉഫ്രവിയായിട്ടും അവർക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം അവർക്ക് ലഭിക്കുകയും ചെയ്യും, ലഭിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ എന്താണ്, കുട്ടികൾക്ക് പഴയ കാലത്തെ മാതിരിയല്ലല്ലോ നമ്മളെ മക്കളെ. അവർക്ക് ജനിക്കുമ്പോൾ തന്നെ മദ്രസയിൽ വരുമ്പോൾ തന്നെ അവരെ ബ്രെയിനിൽ എന്തെല്ലോ അടിച്ച് കയറ്റപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെ അത്യുന്നതമായ ഏറ്റവും ന്യൂനതമായ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു ശൈലി സ്വീകരിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ മദ്രസയിൽ സ്മാർട്ട് ക്ലാസ്സുകൾ തുടങ്ങി പണ്ട് നമ്മൾ ഈ ഏറ്റവും നിരോധിക്കപ്പെട്ട സാധനം പറഞ്ഞ TV നമ്മളെ മദ്രസയുടെ അകത്ത് ഫിറ്റ് ചെയ്തിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നാട് ഓടുമ്പോൾ നടുവ ഓടണം എന്നല്ലേ നമ്മളെന്താണ് അതുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് ക്ലാസ് എടുക്കപ്പെടും. എന്തായാലും ആവട്ടെ, അതൊക്കെ ഒരു ദീനിയായ കഴിവിലാവുകയാണെങ്കിൽ മെച്ചം തന്നെയാണ്. നമുക്ക് അത്രയും പുരോഗമനമായ രൂപത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളൊക്കെ വളരെയധികം സഹകരിക്കുമെന്നാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ള നമ്മുടെ കുട്ടികൾക്ക് വല്ലാത്ത കളിപ്പുറം കൂടിയിട്ടുണ്ട്. കുട്ടികൾ കളിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. കളിക്കണം എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ. എപ്പോൾ കളിക്കണം? അവർ അല്പം അരമണിക്കൂറിൻ്റെ കുട്ടികൾ ആരോഗ്യത്തിന് വേണ്ടി കളിക്കണം. പക്ഷേ രാവിലെ നിസ്കരിച്ച ഉടനെ ഞാൻ മദ്രസയിൽ നിന്ന് പള്ളിയിൽ നിന്ന് നടക്കാൻ ഇറങ്ങി നിസ്കരിച്ച ഉടനെ വരുമ്പോൾ ഈ ചെറിയ മക്കള് അതിശൈത്യകാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് അതിശക്തമായ ചൂടുണ്ടാകും. അപ്പൊ ചൂടും തണുപ്പും ഒന്നും വകവെക്കാതെ അവരുടെ കളി ഉപകരണമായിട്ട് അതിരാവിലെ ഗ്രൗണ്ടിലേക്ക് പോകുന്നതാണ്. അത് കേവലം കളിയായിട്ട് വിചാരിക്കുന്ന സുരസ്ഥാനം കഴിഞ്ഞ് ഒരൽപ്പം ഖുർആൻ ഓതി അന്നത്തെ ദിവസം ഒന്ന് ബർക്കത്തായാൽ നല്ലതാണ്. പക്ഷെ കളിയോട് കളിയായിട്ട് ഏറ്റവും കളിഭ്രമമുള്ള കുട്ടികളാണ് നമ്മുടെ മതത്തിൽ പെട്ടെന്ന് നമ്മളെ വിട്ടുകിട്ടുന്നത്. എന്നാൽ ഈ കളിക്ക് വേണ്ടി തന്നെ സ്കൂളിൽ 10 മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കളിച്ചാൽ നമ്മുടെ ജീവിതം തുടങ്ങും. എൻ്റെ മാന്യ രക്ഷിതാക്കൾ വളരെ ഗൗരവം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കളിയൊന്നും കളിയല്ല. ഇനി നമുക്ക് കളി നമ്മളെ സുലൈമാൻ പറഞ്ഞതുപോലെ കണ്ട് ഒരു വലിയ എന്താണ് കുട്ടി ശ്രദ്ധിച്ചോ, ഇക്കളിയൊന്നും കളിയല്ല, കളിക്കാറുണ്ട് ഒരു കളികളിൽ കളിക്കാറുണ്ട് കളി. നമ്മുടെ കളി ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്നു, അതാണ് കളി. ഈ കളി ഇപ്പം കളിച്ചാൽ പിന്നെ ഇനി വരാനുള്ള കളി മാറും. അതുകൊണ്ട് കളിക്കണം, പക്ഷെ അതിൻ്റെ ഇത് തെറ്റിപ്പോയത് ഒരു അല്പം ആരോഗ്യത്തിന് വേണ്ടി കളിക്കുക എന്നല്ലാതെ 10 മാർക്ക് സ്കോർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജീവിതം ഈ രൂപത്തിൽ കളിയാക്കി മാറ്റിയാൽ പണ്ട് കാലത്ത് നമ്മുടെ മദ്രസയിൽ നിന്ന് വല്ലാതെ കളിയിൽ ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ അവരിപ്പോഴും പ്രൊഫസറിട്ട് ആഫ്രിക്കറിട്ടിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അതേ മോഡൽ അവർ മക്കളെ കാണുന്നു. ഇതിങ്ങനെ ഒരു പരമ്പരയായിട്ട് പോകും. പക്ഷെ ആഹാരത്തിലേക്ക് ഉണ്ടാവില്ല. കളിക്കണം. കളിക്കൽ ഇന്നത്തെ കാലത്ത് നിർബന്ധമൊക്കെ പറയാം. കാരണം ആരോഗ്യത്തിന് വലിയ പ്രശ്നം. അതുകൊണ്ട് വലിയ ഇത് കൊടുക്കാതെ അല്പമൊക്കെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കൽപ്പിക്കുക എന്നല്ലാതെ അതിരാവിലെ സുബിയും നിസ്കരിച്ചില്ല അത്ര മാത്രമേ വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പലതിനും ബാധിക്കും. ഒരു കുട്ടി കളിക്കാനുണ്ടെങ്കിൽ സുബിക്ക് എഴുന്നേക്കും. മദ്രസയിൽ 6 നമ്മൾ ബെല്ലടിക്കുമ്പോൾ ആ കുട്ടി എഴുന്നേൽക്കുന്ന പോലെയാണ് 6. പിന്നെ ഇവിടെ എത്തുന്നത് എത്ര മണിക്കാണ് കുട്ടികൾ? നേരെ മറിച്ചിട്ട് 10 മണിക്ക് നമ്മൾ തൊട്ടപ്പുറത്തെ സ്കൂളിൽ നിന്ന് ബെല്ലടിക്കുന്നു. 10 മണിക്ക് ബെല്ലടിക്കുന്നതിന് 8 മണിക്ക് ഇവിടുന്ന് പോകുന്ന കുട്ടികൾ എത്ര പ്രാവശ്യം പറയുന്നു? 8 മണിക്ക് ഇവിടെ പോകാൻ കുട്ടി 10 മണിക്ക് ബെല്ലടിക്കുന്ന സ്കൂളിലേക്ക്. എന്താ 9 മണിക്ക് റിക്ഷ വരും. ഈ കുട്ടികൾ എപ്പോഴാണ് പഠിക്കുന്നത്? 9 മണിക്ക് റിക്ഷ വരും. ഈ കുട്ടികൾ എന്തെല്ലാം കുറച്ച് പാട്ട് കേൾക്കുന്ന കുട്ടികൾ ഉസ്താദ് കുട്ടികൾ ചോദിക്കുമ്പോൾ ഉസ്താദോട് പറയുന്നത് എന്തെങ്കിലും ഇപ്പം നേരത്തെ സ്കൂൾ വന്നു അതിനെ കുറച്ച് പാട്ട് കേൾക്കണം. ഏത് പാട്ടാണ്? അല്ലാഹു പറയും. എന്തെല്ലാം ചില പാട്ടുകൾ അത് പാട്ടിൻ്റെ അതിൻ്റെ ബാക്കിൽ നമ്മൾ തികഞ്ഞ് അന്വേഷിച്ചാൽ ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെ മാന്യ രക്ഷിതാക്കൾ നമുക്ക് ഇനി നമ്മൾ ചേർക്കുന്ന സ്കൂളുകളിൽ നമ്മൾ ആലോചിക്കുക. നമുക്ക് മതപരമായി കുട്ടിൻ്റെ ഭാവി വെള്ളത്തിലാവാതെ എന്ന് പറഞ്ഞാൽ ഒരു ജുമുഅക്ക് പോകാനുള്ള ഒരു അവസരമില്ലാതെ നിസ്കരിക്കാൻ സ്കൂളിൽ നിസ്കരിക്കേണ്ട
ഏതെങ്കിലും രൂപത്തിൽ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള അവസരം കിട്ടുന്ന ഒരു സ്കൂളിൽ ചേർക്കാൻ നമ്മുടെ കുട്ടികൾ നന്നാണ്. പല കുട്ടികളും നിസ്കരിക്കുന്ന ചോദിച്ചപ്പോൾ എന്താണ്, അത് സ്കൂളിൽ സൗകര്യമില്ല. സ്കൂളിൽ സൗകര്യം വലിയ പ്രശ്നമൊന്നും നമ്മളൊക്കെ കണ്ടില്ല പത്രത്തിലൊക്കെ. സ്കൂളിൽ എല്ലാ സ്കൂളിലും സൗകര്യം കിട്ടില്ല. പക്ഷെ അത് കിട്ടുന്ന അടുത്ത പള്ളിയുള്ള ഒരു സ്കൂളിൽ പോയി ചേർന്നാൽ എല്ലാം ശരിയാവും. പെൺകുട്ടികളാണെങ്കിൽ അതിനുള്ള സാഹചര്യം തരുന്ന സ്കൂൾ ആ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ ഒക്കെ നിസ്കാരം കളാക്കി എല്ലാം വെള്ളത്തിലായാൽ നമുക്ക് വലിയൊരു പ്രയാസം. നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് മതത്തിലൊക്കെ പഠിച്ചെടുക്കുന്ന ഇതിനെല്ലാം വെള്ളത്തിലാവും. കാക്കുമാവട്ടെ. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് മറ്റൊന്ന് അതിപ്രധാനമായിട്ട് എൻ്റെ രക്ഷിതാക്കളെയും കുട്ടികൾക്കും എല്ലാവരും അറിയിക്കാനുള്ളത്, പനി വല്ലാതെ പടർന്നു പിടിക്കുന്ന സമയമാണ്. ഞാൻ ഇന്നലെ ക്ലാസ്സുകളിലേക്ക് കുട്ടികളോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും നല്ലത് നിങ്ങൾ പരിപാടിക്ക് വരുമ്പോൾ ചൂടാക്കിയ വെള്ളം ചൂടാറി തണുപ്പിച്ച് കുപ്പിയിലെടുത്ത് വന്നോ അതേ കുടിക്കാവുന്ന ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കിയ സർബത്ത് ഒരു ഗ്ലാസ്സോടെ ബാക്കിയായിട്ടില്ല. സർബത്ത് നല്ല സർബത്താണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഇങ്ങനെ മഞ്ഞപ്പിത്തം പടരുമ്പോൾ, പനി പടർന്നു പിടിക്കുമ്പോൾ ഏത് വെള്ളം കുടിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് വലിയ പ്രശ്നമാണ്. ഇങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ റിഫായിൽ മാത്രമല്ല സകല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തം പടരുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോ മുനിസിപ്പാലിറ്റി വെള്ളത്തിലോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഏതെങ്കിലും അത് പടർന്നു പിടിച്ചാൽ വലിയ അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കളെ അങ്ങനത്തെ കുട്ടികളെ ദയവായിട്ട് മദ്രസയിൽ അയക്കണം. മദ്രസയിൽ അത് മാറുന്നത് വരെ നമ്മൾ ഇതിൻ്റെ എടുക്കണം 2 ദിവസം ലീവ് കൊടുത്ത്. നിങ്ങൾ വിചാരിച്ചത് ഓണ ലീവാണ്. ഓണ ലീവ് അല്ലത്. നിങ്ങൾ ആ കൊടുത്ത ഓണത്തിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ഓണ ലീവ് നമുക്ക് മദ്രസയിലില്ല. അത് പടർന്ന് ഒന്നാകെ പനി പിടിക്കുന്ന സമയത്ത് 2 ദിവസം തന്നെ കുട്ടികൾ അടങ്ങിയിരുന്നാൽ അത്രയും നമുക്ക് മദ്രസയിൽ പോകണം. അതാണ് സംഭവമാണ്. ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല, എങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലതാണ്. പിന്നെ ഓണത്തിന് സ്കൂളിൽ ലീവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആഘോഷിക്കേണ്ട ആളുകളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്ന നമ്മളാണ്. അതിൻ്റെ മറ്റ് വശങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. സ്കൂള് ഇല്ലാത്തപ്പോൾ ദർശനം ഇല്ലാത്തപ്പോൾ സ്കൂള്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ പ്രയാസമില്ലാത്ത രൂപത്തിൽ ലീവ് കൊടുക്കുന്ന ആദ്യത്തെ നമ്മളാണ്. എത്രയോ വർഷം മുമ്പ് സ്കൂൾ വെക്കേഷൻ്റെ സമയത്ത് ലീവ് ആരംഭിച്ചത്. അതിന് ശേഷമാണ് കേരളത്തിലെ എല്ലാ മതത്തിലും അങ്ങനെ ചിന്ത വന്നു. നമ്മുടെ മനസ്സിൽ പണ്ടേ വന്നിട്ട് എന്താണ്, ഇങ്ങനെ സ്കൂളില്ലാത്തവർ വരാൻ അത്രയ്ക്ക് നമ്മൾ ചിന്തിച്ചിട്ട് കുട്ടികൾ ലീവ് ഉണ്ടോ ഇല്ലെന്ന് അറിയാതെ അവർ പോകുന്ന പാട്ടിലേക്ക് പോവാം. മദ്രസയിലെ ഹാജർ ശതമാനം പറയുക. എങ്കിൽ പിന്നെ നമ്മൾ ആ ലീവ് പിൻവലിച്ചിട്ട് വരുന്നവർ വരട്ടെ, അല്ലാത്തവർ വരേണ്ട, ക്ലാസ് മുന്നോട്ട് കൊണ്ടുവരും. ഈ ഒരു സ്കൂളിൽ നിരന്തരമായിട്ട് ലീവ് വരുമ്പോൾ മദ്രസയിൽ ലീവ് കൊടുക്കില്ലാത്ത ശ്രദ്ധിക്കുക, അന്വേഷിക്കുക ചെയ്തിട്ടൊക്കെ പോകുന്നതിന് പകരം എല്ലാം ശരിക്കും പോകണം. ഇപ്പൊ ടൂർ വല്ലാതെ ഓവറായ കാലമാണ്. ഇങ്ങനെയൊന്നും പണ്ട് ഒരു കാലത്ത് മെച്ചമായി ടൂർ പോകാൻ എവിടെ ടൂർ പോകുന്നത് എന്നും എത്തിയില്ലെങ്കിൽ നമ്മൾ തളങ്കര ആ ബീച്ചിലേക്ക് പോകാം. 100 വട്ടം പോയ സ്ഥലമാണ്. എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ലീവാക്കിയിട്ട് മാറിയ സമയത്ത് ഒന്ന് അങ്ങോട്ട് പോയി വരാം. ഇങ്ങനത്തെ ഒരു കാലമാണ്. ടൂർ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഒരു അല്പം ടൂറൊക്കെ ഉല്ലാസത്തിന് വേണ്ടി ടൂറിനെ വെച്ചിട്ട് ഫാമിലിയായിട്ട് ഒന്നാകെ പോവുക. അതോടുകൂടി എന്തായി നമ്മുടെ മതസക്കൽ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് പോകാം. സ്കൂളും മദ്രസും ഇല്ലാതെ ഏതെങ്കിലും ദിവസങ്ങളുണ്ടാവില്ല, അപ്പോൾ പോകാം. സ്കൂൾ മുടക്കേണ്ട മദ്രസാണ്. പിന്നെ പഠിക്കുന്ന കാലം എല്ലാ സുഖം അനുഭവിക്കാൻ കഴിയില്ലല്ലോ. പഠിക്കുന്ന സമയം കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാലും ഭാവിയിൽ നമുക്കൊക്കെ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് 1ാം സ്ഥാനം പഠനം. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് ബാക്കിയുള്ള പഠന കാലം നമ്മളിവിടെ കൊടുത്ത കുട്ടികൾക്കുണ്ടല്ലോ, അവർക്ക് ഉന്നതമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മുസ്തഫയുടെ മകൾ മുസ്ലിമല്ലേ എനിക്കറിയാം. ആ വിദ്യാർത്ഥികൾ നമ്മളിവിടെ വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത പാഠങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടികളായി. അത് അപ്പം അതൊരു കഴിവ് അവരുണ്ട്. അതവർ നല്ലോണം ഉപയോഗിക്കുന്നതായി. അത് 2 ലോകത്ത് അവർക്ക്. അതുപോലെ തന്നെ ഫാത്തിമ സുറയ്യ മറ്റേ കുട്ടി, പിന്നെ എല്ലാം പഠനത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും ആദ്യം നമ്മളെ വെച്ച് പുലർത്തുന്ന മക്കളാണ്. അത് ഭാവിയിലും ഉണ്ടാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്,
നമുക്ക് സ്കൂൾ ആരും പോയിട്ടില്ല, ആരും ബേജാറാണ്. ഗവൺമെന്റ് തന്നെ പാസ്സാക്കിയ 10 പോയേക്കാൻ പാടില്ല. എന്താ ബേജാറാണ്? 10 വരാനും പോയിക്കുന്ന ഗവൺമെന്റ് പാസ്സാക്കി. അങ്ങനെ നമ്മൾ മദ്രസ പാസ്സാക്കിയില്ല. മദ്രസയിൽ ഖുർആൻ പറഞ്ഞില്ല, അപ്പൊ പഠിച്ചെങ്കിലും പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ കണ്ടമാനം മദ്രസ ലീവാക്കാതെ ഇവിടുന്ന് ലീവ് തരുമെന്ന് അന്വേഷിച്ചുകൊണ്ട് അത് ലീവ് തരുന്നില്ലെങ്കിൽ പോകാനൊക്കെ ഒക്കെയുണ്ട്. നമ്മൾ പഠനം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുത് മറ്റൊന്നുമില്ല. പിന്നെ വേറൊന്നും പറയാനുള്ളത്, നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് അതിഗംഭീരമായ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരുടെ പ്രവർത്തനം പല രംഗത്തേക്കും വ്യാപിക്കാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആളുകൾക്ക്, അതിൻ്റെ ഇന്നലെ പ്രവർത്തകന്മാർക്ക്, ഇന്നലകളിൽ പ്രവർത്തിച്ചത്, അതിൻ്റെ തുടങ്ങി വെച്ചവർക്ക്, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ അതിൻ്റെ മെമ്പർമാർക്കുള്ളതിന് നല്ല ഹൈവും വർക്കും ആർക്കും സന്തോഷം നൽകുമാറാവട്ടെ. കഠിനമായി എനിക്കറിയാം, എത്ര ദിവസങ്ങളിൽ ഉറങ്ങാതെ കഠിനമായി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ സുന്ദരമായ ഈ സദസ്സിലൂടെ ഒരുക്കപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ മുഴുവൻ ആളുകൾക്ക്, നാട്ടിലുള്ളവർക്ക്, വിദേശത്തുള്ളവർക്ക്, അതുപോലെ അതിനുവേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചവർക്കൊക്കെ അതോടൊപ്പം ഹൈവും വർക്കും ആർക്കും സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒരു വനിതാ വിങ്, അത് മറ്റൊരു അവർക്കായിട്ട് തന്നെ ഒരു വനിതാ വിങ്ങായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിൽ മീറ്റിങ്ങുകളിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു സംരംഭമായിട്ട് കഴിഞ്ഞ റബീഉൽ അവ്വൽ മീറ്റിംഗിന് സമയത്ത് ഞാനൊരു സൂചന പറഞ്ഞിരുന്നു. അള്ളാഹുവിനെ തോൽപ്പിക്കൊണ്ട് അത് നിലവിൽ ഏകദേശം വന്നു എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലെത്തിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഭാവിയിൽ അതിനെ പുരോഗമനപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ഓൾഡ് സ്റ്റുഡൻസിന്റെ വനിതകളെയും അതിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവരെ ദീനിയായ ചുറ്റുപാടിലേക്ക് അവരെ യോജിപ്പിച്ചുകൊണ്ട് മദ്രസയുടെ കാര്യങ്ങളിൽ അവരെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ അത് അവർക്ക് ഭയമാണ്, നമുക്ക് ഭയമാണ്, സ്ഥാപനത്തിന്റെ ഭയമാണ്, സമുദായത്തിന്റെ ഭയമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് അടുത്ത സമയങ്ങളിൽ നമുക്ക് ആലോചിച്ച് വേണ്ട ചെയ്യും. അതിനിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അതിൻ്റെ ചേർക്കാനൊക്കെ ആളുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും അതിലെ അംഗങ്ങളാണ്. നമ്മുടെ ഡിഗ്രി സ്റ്റുഡൻസിന്റെ ആളുകൾ അതിൽ ആ ഓൾഡ് സ്റ്റുഡൻസിൽ അതിസജീവമായി പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ മദ്രസയിൽ വെച്ചുകൊണ്ട് നടന്ന മിക്ക പരിപാടികളിലും ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ അതിഗംഭീരമായി പങ്കെടുക്കുന്ന അതിൻ്റെ ആളുകളായ വിദ്യാർത്ഥിനികളാണ്. അവരെ ഈ സന്ദർഭത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അതുപോലെ ഹൈറുള്ളവർക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. അതിൻ്റെ കോർഡിനേറ്റർമാർക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് അവർ മുഖേന എല്ലാ സന്ദേശങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്തിക്കും. അതിലേക്ക് കൂടെ ഇപ്പൊ തന്നെ കുറേ ദിവസം നിന്നും തന്നെ അതിൽ 100-ലധികം ആളുകളായിട്ടുണ്ട്. ഇപ്പൊ എത്രയെന്ന് അറിയില്ല. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മദ്രസയിൽ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങുന്ന മദ്രസയാണ്. അപ്പൊ അതങ്ങനെ പുരോഗതിയിലെത്തും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഒപ്പമാരുമല്ലാണ്. അപ്പൊ അതിനുവേണ്ടി അതിലേക്ക് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് പെണ്ണുങ്ങള് പെണ്ണ് എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പൊള്ളുന്ന സംഗതിയാണ്, അത് തീയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കണിശമായി അതീവ ശ്രദ്ധയിൽ തന്നെ അത് കൈകാര്യം ചെയ്യപ്പെടണം എന്ന സന്ദർഭത്തിൽ എല്ലാവരെയും അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉണർത്തുകയാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യം പറയേണ്ടി വരും. പിന്നെ നമുക്ക് 1-2 ചെറിയ കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഇന്ന് ഒത്തുകൂടുന്നതിൻ്റെ അതിപ്രധാന ഉദ്ദേശം നമുക്ക് ചെയ്ത് പിരിയാണ്. നബിദിനമാണല്ലോ. ആ ഈ നബിദിനം പറഞ്ഞല്ലോ വളരെ സന്തോഷപൂർവ്വം ഒന്നാണ്. അല്ലിമോ ഔലാദിക്കും മഹബ്ബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് നബിയോടുള്ള പ്രിയവും ഇഷ്ടവും സ്നേഹം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അത് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ദിനങ്ങളാണ് ഈ ഒരു മാസം. ഈ മാസം നമ്മൾ ശരിക്കും വർക്ക് ചെയ്ത് മുതലാക്കി ബഹുമാനപ്പെട്ട നിങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ഇതിൻ്റെ അതിപ്രധാനം. അത് നമുക്ക് പാട്ടിലൂടെയോ പ്രസംഗത്തിലൂടെയോ കഥാപ്രസംഗം ഏതാണ് പറ്റുന്ന ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ എന്താക്കാം, ജനങ്ങളിലേക്ക് സന്ദേശം എത്തിച്ച് ഏതെങ്കിലും കുറച്ച് ആളുകളുടെ നബിയോടുള്ള സ്നേഹം അതുവഴി ദീനിനോടുള്ള സ്നേഹം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ വിജയിച്ചു. അപ്പം അതുകൊണ്ട് കൂടുതൽ ഞാൻ നീട്ടുകയില്ലാന്ന് ആദ്യം തീരുമാനിച്ചാൽ നമ്മളെ പ്രധാനമായിട്ട് നമുക്ക് ദുആ ആണ്.
ഈ നാം ആർക്കെല്ലാം ചെയ്യും. ഇപ്പൊ തന്നെ നമുക്ക് ഈ മദർസയുടെ പള്ളിയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന പിന്നെ റോയൽ സൈനുദ്ദീൻ ഈ അടുത്താണ് മരണപ്പെട്ടത്. അവർ വിശാലമാകട്ടെ, അദ്ദേഹത്തിന് മൗസിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്തവരാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തരി റൈസാവാതെ ചൂടാവുക. എത്രയോ മീറ്റിങ്ങുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹമുള്ള മീറ്റിങ്ങുകൾ സംബന്ധിച്ചാണ് എന്തൊക്കെ ആരൊക്കെ കട്ടിച്ച് പറഞ്ഞാലും ഒരു ഇത്തിരി ചൂടാവാതെ സംസാരിക്കാൻ കഴിയുന്ന അപൂർവ വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ് അദ്ദേഹം. വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ പിന്നെയും പറയും. എത്ര എതിർത്താലും ശരി അവർ പറയുന്ന കാര്യം വളരെ ശാന്തമായിട്ട് ആ കാര്യങ്ങൾ പറയുന്ന അതിൽ അപൂർവ ഒരു ബന്ധമാണ്. അപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തുവിടുമാറാവട്ടെ, അദ്ദേഹത്തിന് അവർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇപ്പം ഈ ഇന്നലെ മിന്നാന്ന് മരണപ്പെട്ട നമ്മളെ നിവൃത്തിച്ച നമ്മളെ ഇവിടെ പഠിക്കുന്ന മക്കളുടെ പിതാക്കളാണ് അവർക്ക് അവർ അള്ളാഹു തആല സന്തോഷത്തിലാക്കുമാറാവട്ടെ. എന്തെങ്കിലും ചെയ്യാതെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ മഹിയൊന്നും നടക്കും. എന്താ തന്നെ പഴയ മാതിരിയില്ല. മരണം തന്നെ ഒരു മയ്യത്ത് അവരടക്കി വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ മയ്യത്തിന് വേണ്ടി അത് പത്രക്കാർ കാത്തിരിക്കേണ്ട അങ്ങനത്തെ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം ജനനത്തേക്കാൾ ഓവർ ടൈം ചെയ്യുന്ന മരണമാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയ ചെറിയ ചെറുപ്പക്കാർക്ക് വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന നമ്മൾ വലിയധികം പേടിക്കും. ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് ഒരു ബിസ്മിന്ന് പറയുന്നില്ല, നല്ല ചിരിച്ച് കളി ഗുഡ് ബൈ പറഞ്ഞ് പോവാണ്. പിന്നെ കേൾക്കാൻ വയ്യത്തെപ്പോഴാണ് വരാം. അപ്പോഴാണ് ഇയാൾ മരിച്ചു പോയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മളെയും ബന്ധപ്പെട്ടവർ എല്ലാവരും അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഫുജിയത്തുൽ മൗത്ത് പെട്ടെന്നുള്ള മരണം എന്താണ്? റാഹത്തുൽ മുഅ്മിൻ എന്നാണ് പറയുന്നത്. മുഅ്മിനത് റാഹത്താണെങ്കിലും അല്ലാത്തവർക്ക് അത് ശിക്ഷയാണ്. മുഅ്മിൻ എപ്പോഴും അല്ലാഹ് എന്ന ചിന്തയിലുള്ളതുകൊണ്ട് എപ്പോൾ മരിച്ചാലും പ്രശ്നമില്ല. അല്ലാത്ത ആളുകൾക്ക് അന്ത്യം അങ്ങനെ തൗബ ചെയ്യാനോ ഇസ്തിഗ്ഫാർ ചെയ്യാനോ വസിയത്ത് ചെയ്യാനോ സന്ദർഭം കിട്ടാത്ത മേളയിൽ പോകുന്നവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത് വല്ലാത്ത മരണങ്ങളാണ്, എപ്പോഴും മരണം. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള അല്പം ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. ചെറുപ്പക്കാരിൽ സമയത്തിൽ ആരും വിജയിക്കേണ്ട. തെങ്ങിൽ നിന്ന് ആരും വീഴുന്നത് തേങ്ങയല്ല, പൊണ്ടമാണ്. എന്താ ഇപ്പം അങ്ങനെ കാണുന്നത്? കൂടുതൽ പൊണ്ടം തേങ്ങയെങ്കിലും ബാക്കിയാവുന്നുണ്ട്. മനസ്സിലാക്കണം. അപ്പം അങ്ങനത്തെ ഒരു കാലമാണ്. എത്രയോ ആളുകൾ കുഴഞ്ഞ് വീണ് സ്ട്രോക്ക് എല്ലാം കിടക്കുകയാണ്, അനങ്ങാൻ പറ്റാതെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നല്ലോണം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഓരോ നിർത്തിക്കൊണ്ട് ഓരോ മംഗളത്തിലൊക്കെ പോയാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാലിന്യത്തിൻ്റെ മിക്ക ആളുകളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടി ഉണ്ടാകും ഞാൻ പറയുന്നത്. വല്ലാത്ത സങ്കടം തോന്നുന്നു. എല്ലാം നമ്മൾ വീട്ടിലൊരു മംഗലം ചെയ്യുമ്പോൾ ദീന് മറക്കുക, എല്ലാം മറക്കുക, വന്ന വഴി മറക്കുക. ഈ അടുത്ത് നമുക്കൊരു മാതൃകാപരമായ കല്യാണം എന്ന് പറഞ്ഞ് ഞാൻ ഈ അടുത്ത് കണ്ടത് ഇവിടെ, ഞാൻ പേര് പറയുന്നില്ല, ഈ അടുത്ത് ഇവിടെ പഠിച്ച രണ്ട് മക്കളുടെ ഇവിടെ അടുത്തുള്ള വീടാണ്. ഞാൻ പേര് പറയുമ്പോൾ വേറാർക്കും വിഷമമുണ്ടായിരിക്കുന്നു. ഞാനിപ്പോൾ അന്നേ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഏറ്റവും മാതൃകാപരമായ മംഗൽ ഞാനിപ്പോൾ ഇതാണ് കണ്ടത്. എന്താ ഒരേ ഭൂമിയാസം അവിടെ കാണുന്നില്ല, ഹലാലല്ലാത്തൊരു സംഗതി അവിടെ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ പുതിയാപ്പിള വരുമ്പോൾ പൊട്ടിത്തെറിക്കണം എന്നാണ് നമ്മുടെ സിദ്ധാന്തം. നമ്മളുടെ വിഷയം പറഞ്ഞു പോകണം, മനസ്സിനെ തള്ളി വരുന്നതാണ് ഈ പൊട്ടിത്തെറിക്കൽ. എന്തിൻ്റെ സൂചനയാണ്? പുതിയാപ്പിള വീട്ടിൽ കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കണം എന്നാ, എന്നിട്ട് അങ്ങോട്ട് ഒന്നാമത് പൊട്ടിക്കാം. ഇത് നല്ല സൂചനയാണോ? ബിസ്മിൽ ഹംദ് സലാത്ത് ചൊല്ലി വേണമെങ്കിൽ നബിയുടെ മദ്ഹം ചൊല്ലി വരേണ്ട വന്നിരുന്ന ഒരു കാലം, പഴയ കാലത്തൊക്കെ സലാത്തും വൈദ്യം ചൊല്ലിയിട്ട് എത്രയോ പുതിയാപ്പമാണ് നമ്മൾ കൂടെ പോയിട്ട് അവരെ കയറ്റിയിട്ടുണ്ട് ആ പഴയ കാലത്ത്. ഇപ്പം അതൊക്കെ പോയിട്ട് പടക്കം പൊട്ടിച്ച് അവരാക്കാം, മംഗല പൂർണ്ണവാസായി മാക്കാം. ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല ഇനി തിരിച്ച് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ഫലസ്തീനിലെ മക്കള് അവിടെ കഷ്ടപ്പെട്ട് കാണുമ്പോൾ ആ രംഗം നമുക്ക് അല്ലാഹു തആല തന്നാലുള്ള കഥ ഓർത്തിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് ഭക്ഷണം വേണ്ടതും വേണ്ടാത്തതും കഴിക്കാത്തതും ഒരു 10-20 ഐറ്റംസ് ആക്കിയിട്ട് ഒന്നും കാര്യമില്ല. ഇതെന്താ അള്ളാഹിനെ മറക്കരുത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറിലാകട്ടെ, റാഹത്തിലാകട്ടെ. അല്ലേ? അപ്പം ഞാൻ പറയുന്നത് എന്താ പറയുക,
അപ്പൊ ഇതിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹകരിക്കുന്നുണ്ട്. അവിടെ മഹല്ലത്തിൽ നിന്ന് ഞാൻ എല്ലാ കൊല്ലം മറക്കാതെ പേര് പറയുന്ന ആളുകളാണ് നമ്മുടെ പേര് അഞ്ചുമാൻഷ, അതുപോലെ തന്നെ നമ്മുടെ സാദൂർ അബ്ബാസ്, അതുപോലെ കമ്പി ഇസ്മായിച്ച പോലത്തെ ആ സെറ്റിൽപ്പെട്ട ഒരുപാട് ആളുകൾ, അതിൽ നിന്ന് വളരെ അപൂർവം ആളുകൾ ഹയാത്തുകൾ, അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ ഈ സ്ഥാപനം ഈ രൂപത്തിലാക്കിയതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ അവരെ കിടക്കുന്ന ഖബർ ഒന്നാമത്തെ വെളിച്ചമാക്കിക്കൊണ്ടാണ് അവരിൽ പ്രവർത്തിച്ചതിന് പേരിൽ അവർക്ക് വളരെ സന്തോഷമുള്ള ഖബറിൽ വിട്ടുമാറാവട്ടെ. അവർ ചെയ്ത ചെയ്യാത്തുകളാത്ത വിട്ടുകൊണ്ടുമാറാട്ടെ. അവരുടെ മക്കളാകുന്ന എല്ലാവരും പ്രസംഗത്തിൽ ഇന്നത്തെ പ്രസംഗത്തിൽ പറയുന്ന കേട്ടു ചില ആളുകൾ നമ്മള് എന്താണ് സെക്രട്ടറി അമ്മാനുള്ള എന്താണ് ഇപ്പോൾ സെക്രട്ടറി ബാക്കിയുള്ള ആളുകൾ അങ്ങനെ തോന്നും. എന്താ ഇപ്പം മൂപ്പര് പറഞ്ഞത് അല്ലേ? സുഹൃത്തി ഇബ്രാഹിം മൂസ എന്നൊരു കഥ അല്ലേ? ബാക്കിയുള്ള ആളെ കൈയച്ച് പോയില്ലേ? സൂഫി ഇബ്രാഹിമൊക്കെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ഇമാമു സുഹൃത്തി ഇബ്രാഹിം മൂസ ഇപ്പം ബാക്കിയുള്ള കൈയച്ച് ഞങ്ങൾ പേരെന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ രസകരമായ കഥ പറയുന്നത് പേര് എങ്ങനെ പറഞ്ഞല്ല പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് പറഞ്ഞത്. അവരുടെ സേവനത്തിന്റെ കഷ്ടപ്പാടുകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന 1-ാം തീയതി മുതൽ ഒരു 10-ാം തീയതി വരെ ഇതിനെ ഞാൻ കാണുന്നില്ല. കാരണം അത് ഉസ്താദ്മാരുടെ മുമ്പിലെത്തുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, ഇവിടേക്ക് പോകും, എവിടെ നിന്ന് വാങ്ങും, ആരോട് വാങ്ങും. നല്ല നിയമത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മഹലിലുണ്ട്. അവരുടെ കയ്യിൽ പോക്കറ്റിൽ ക്യാഷ് ഉണ്ട്. പക്ഷെ അതൊക്കെ അത് നമ്മളൊക്കെ മരിച്ചു പോട്ട ആളുകളാണല്ലോ. ഇങ്ങനത്തെ ഒരു മഹലിൽ ഈ സ്ഥാപനം നടത്താൻ കഷ്ടമാണെങ്കിൽ നമ്മുടെ സമാധാനം കൈ കെട്ടിയിട്ട് പറയുന്നത് ഇത്രയും നല്ല സാധനം എല്ലാ കൊണ്ടും പിന്നെ റായത്തുള്ള സ്ഥാപനം ഉണ്ടായിട്ട് അതിനു വേണ്ടി കൈയഴിഞ്ഞ് സഹായിക്കാൻ അവിടുത്തെ ശമ്പളം മറ്റ് കാര്യങ്ങളോ കരണ്ടോ ബില്ലൊക്കെ അടക്കാൻ പ്രയാസപ്പെടുന്നെങ്കിൽ ഇനി എന്തിൻ്റെ പേരിൽ നമ്മൾ പൈസ ചെലവാക്കാം? ഒന്നാമത്തെ നമുക്ക് അത് കൊടുക്കാനുള്ള സെൻറ്റൻസ് എല്ലാവരും കയ്യിലെങ്കിൽ ഇന്നവരുണ്ട് ഇവിടെ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള കൊടുക്കുമാറുണ്ട്. ഈ സ്ഥാപനം ഇങ്ങനെ പോകേണ്ട സ്ഥാപനമല്ല. നമുക്ക് ഒരു സമർത്ഥനായ ഉത്പാദനമാക്കാൻ പറ്റുമോ? അതിനനുസരിച്ച് ഇവിടെ കൊടുക്കണ്ടേ? അപ്പൊ അതൊക്കെ എന്താ പ്രശ്നം? ഇവിടെ ആരും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ മതി. കയ്യിലാക്കി മാറട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇവരൊക്കെ പേര് പറയാൻ കാണാതെ കഷ്ടപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ മാനേജർ അതുപോലെ തന്നെ ിരിക്കുന്ന ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അവർക്കും ഇഷ്ടമുണ്ടാവില്ല പേര് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്ന് വന്ന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിലേക്ക് കടന്നാൽ ഇപ്പം വളരെ സമഗ്രമായിക്കൊണ്ട് ഊർജ്ജസ്വലമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ കമ്മിറ്റി രാവിലെ അതിൻ്റെ ഷൻസിയുടെ ആളുകളുടെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതിന് മുമ്പത്തെ പോലെ ഒന്നും പറയാൻ പറ്റാത്തൊരു ഭാഗമുണ്ടല്ലോ. ഇപ്പം പറഞ്ഞാൽ അങ്ങനെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പണ്ട് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളതാണ് മിണ്ടിയാലും പുകഴ്ത്തിയാലും പ്രശ്നമാണ്, പുകഴ്ത്തില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. പുകഴ്ത്തില്ലെങ്കിൽ വിചാരിക്കും എന്താ പറയാത്തത്, പുകഴ്ത്തിയാലും ബാക്കിയുള്ളവർക്ക് പറ്റും. പിന്നെ ഈ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന അവൾക്ക് പ്രവർത്തനത്തിന് ഒരല്പം ഒരു ഉത്സാഹം കിട്ടണമെങ്കിൽ അവർക്ക് ഇന്ന് പറയേണ്ടി വരുമല്ലോ. അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മള് ഇന്നലെ പ്രസംഗത്തിൽ ഐശ്വര്യസ്ഥാൻ പറഞ്ഞല്ലോ, ഇത് പുസ്തകത്തിന്റെ കഥ ഭക്ഷണത്തിന്റെ അത് സംഭവം എന്താന്ന് പറഞ്ഞാലും ശരി തന്നെയാണത്. ഭക്ഷണമില്ല റൂമില് ഉസ്താദ്മാർ എവിടെയാണ് ഭക്ഷണം, ഏത് വീട്ടിലെന്നും അറിയില്ല, എവിടെയാണ് ഭക്ഷണം അറിയില്ല. മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന റൂമിൽ കിടക്കുന്ന ഉസ്താദ്മാർക്ക് ഏത് വീട്ടിൽ ഒരു തലയും പാലില്ലാത്ത അങ്ങനെ ഒരു ഘട്ടം നമ്മുടെ മാநிலത്തിൽ വന്നാൽ അത് എന്താവും നിങ്ങൾ ആലോചിച്ചാൽ അത് നമ്മുടെ മാநிலത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ പഴയ കാലത്ത് അന്നത്തെ കാലത്ത് സ്വന്തം ഒറ്റക്ക് സൈഡ് ആരും അറിയില്ലല്ലോ, ഒറ്റക്ക് സൈഡ് അത് ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല. ഏതെങ്കിലും കാലത്ത് ഞാൻ പറയാം എങ്ങനെ ഒറ്റക്ക്. ഇപ്പൊ അങ്ങനെ ഒരുപാട് ഉസ്താദ്മാര് ഇങ്ങനെ റൂമിൽ കിടക്കുന്ന അവർ അങ്ങനെ ഒരു ഘട്ടം വരാൻ പാടില്ല.
അപ്പോൾ അവിടെ വന്നുകൊണ്ട് ആ സഡൻ അപ്പൊ തന്നെ സ്പോട്ടിൽ വന്നുകൊണ്ട് വേണ്ട ഭക്ഷണം അപ്പോൾ തന്നെ പോയിട്ട് എത്തിച്ചു കൊടുക്കാം വേഗം. അതുകൊണ്ടാണ് അസ്ഥാനായിട്ട് പറഞ്ഞത്. ഇതിപ്പോൾ വായിത്തലും കൂടിയതുമില്ല. അപ്പോൾ എപ്പോഴും റൂമിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വേണ്ടത് ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ അല്ലാത്തല്ല നല്ല കൈകളും ബർക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെ ബിസിനസ്സുകൾ ബർക്കത്ത് ചെയ്യട്ടെ, അവരുടെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഗൾഫിൽ വന്ന് ഡയറക്റ്റ് തന്നെ ഇങ്ങോട്ടാ വന്നത് തോന്നുന്നത്. ഗൾഫിൽ നിന്ന് ഒരു മാസത്തെ അവധിക്ക് നേരെ മദ്രസയിലേക്കാണ് വന്നത് തോന്നുന്നത്. നമ്മുടെ വായിക്കലിൽ പറയാതിരിക്കാൻ ഒരു നിർഭാവമില്ല. ഒരുപാട് വർക്കുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ നമ്മുടെ ഈ നീക്കുന്ന എന്താണ് വെല്ലു അത് നീങ്ങാതെ കൊല്ലങ്ങളായി അത് നിമിഷ നേരം കൊണ്ട് അതിന്റെ ചക്രം മാറ്റാൻ ആവശ്യമില്ല. അങ്ങനെ മുതൽ മദ്രസയില്ല എന്തെല്ലാം വർക്ക് അതൊക്കെ അപ്പുറത്ത് അവർക്ക് എല്ലാ യന്ത്രങ്ങളും റൂമിലാവട്ടെ അവരാക്കത് ചെയ്യും. അങ്ങനെ പ്രകടനത്തല ആ ചെറുപ്പക്കാരനെ പ്രത്യേകമായി പറഞ്ഞു. എൻ്റെ ലോകത്തിൽ സലാമത്ത് നൽകുമാറാവട്ടെ, നല്ല ബർക്കത്ത് നൽകുമാറാവട്ടെ. അതുപോലെ പ്രവർത്തിക്കാൻ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ മുഴുവൻ കുട്ടികൾക്ക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരുപാട് ആളുകളെ ഗൾഫിൽ നിന്ന് നമ്മളെ മക്കളെ വിളിച്ച് നോക്കി നമ്മൾ ആയിക്കോട്ടെ പറഞ്ഞല്ലാതെ ഇങ്ങനെ ചെറിയ മക്കളെ കിട്ടുന്ന ഒരു സാഹസം കുറവാണല്ലോ. അപ്പോൾ അവർക്ക് എത്തിക്കൊണ്ടെന്ന് വായിക്കുന്നു. നമ്മുടെ മക്കൾ ഒരുപാട് ഗൾഫിൽ പണിയില്ലാതെ കഷ്ടപ്പെടുന്നു. നമ്മൾ പിരിവിന് വേണ്ടി വേഗമാണ് ഗൾഫിലേക്ക് വിടുന്നത്. അവിടുത്തെ കഥയാണെങ്കിൽ വലിയ കഷ്ടമാണ്. അത് അവിടെ പോയി വന്ന് അവിടെ നിൽക്കുന്നവർക്ക് അറിയാം. അപ്പം എന്താണ് അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്യാഷ് അയച്ചു കൊടുക്കേണ്ട എത്ര ആളുകളുണ്ട്. അത്രയും പട്ടില്ല. പക്ഷെ അവർക്ക് അവർക്കാണെങ്കിൽ നമ്മളെ ഏറ്റവും ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാർ അവർക്ക് നല്ല ജോലി ഒന്നാമത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരിൽ പലരും നമ്മളെ അടുത്ത കാലത്തെല്ലാം നമുക്ക് വേണ്ടി എല്ലാ സേവനം ചെയ്തിരുന്ന ആളുകളാണ്. ഇപ്പൊ അവർക്ക് ഗൾഫിലൊക്കെ ഉണ്ട്. ചിലർക്ക് പേര് അവരെ പണിയിലും ജോലിയും നല്ല ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇവിടെ തന്നെ നാട്ടിൽ കുടുങ്ങിക്കിട്ടുന്ന ചില ആളുകൾ തൊട്ട് മുമ്പിലുണ്ട്, പേര് പറയാൻ നിർബന്ധിക്കാത്തവർ. അവർക്കൊക്കെ അതാത്തല നല്ല പണിയും വിജയം നൽകി അവരെ ജോലിയിലും എല്ലാത്തിലും ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് സമയമാണ്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു സന്താനം ഉണ്ടാകുന്നത്. അല്ലാത്തല നമ്മുടെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് ഇതിന്റെ മെയിൻ പ്രവർത്തകരായിട്ടുള്ള ആളുകളിലുണ്ട്, അവരെ ബന്ധപ്പെട്ടവരിലുണ്ട്. നമ്മൾ ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ച നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് ഒരു സന്താനം അത് കുഞ്ഞിക്കാല് കാണാൻ നൽകുമാറാവട്ടെ. ഈ സമയത്ത് നമ്മൾ ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മുഴുവൻ ആളുകൾ, എത്ര ആളുകളുടെ പേര് നമ്മൾ പറയും. ഈ സദസ്സിലും പരിസരത്തും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്ന നമ്മുടെ ഉമ്മമാരുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് മാതാക്കൾ ഉമ്മമാർക്കൊക്കെ അറിയാം. പിന്നെ ഉസ്താദിന്റെ ഭക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ എവിടെ മക്കളവിടെ എവിടെ പോയിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം വന്നിട്ട് അതിൻ്റെയൊക്കെ റെഡിയാക്കിയിട്ട് അന്ന് എന്തായാലും മുടക്കലില്ല. ആ ഉമ്മമാരൊക്കെ ഇപ്പോൾ പലരും മണ്ണിൻ്റെ അടിയിലാണ്. അല്ലാത്ത അവർക്ക് ശരിയായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ആ പിന്നെ സേവനത്തിന്റെ പവർ കൊണ്ട് അവർക്ക് നല്ല പിന്നെ സ്വർഗീയ ഒരു ജീവിതം നൽകുമാറാവട്ടെ. അവരുടെ ചെയ്യാത്തുകൾ വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാവട്ടെ. അവർ ചെയ്ത ഹസാത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. നാം ഒരാളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അവർക്ക് കടപ്പാടുണ്ട്. അത് ഞങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾ അവരെ വിട്ടുപോകില്ല. അതുപോലെ തന്നെ അതിനുവേണ്ടി സാഹിത്യ സഹകരിച്ച എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ഈ നമ്മളിവിടെ കിടക്കുന്ന സമ്മാനങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. കൈത്തറിയ സമ്മാനങ്ങളുണ്ട്. എന്തെല്ലാം അച്ചടക്കത്തിൽ വേറെ, പിന്നെ മാർക്കിൽ വേറെ, പിന്നെ എന്തെല്ലാം കൊണ്ടുപോയി നല്ലൊരു നമ്മുടെ മാനേജ്മെന്റ് പിന്നെ വേറെ ആചരിച്ച് അതുപോലെ തന്നെ മാർക്കിന്റെ വലിയ സമ്മാനങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അബ്ദുല്ലമീന് അദ്ദേഹത്തിന്റെ വർക്ക് ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രധാനത്തിലും വർക്ക് കൈമാറാവട്ടെ. അതുപോലെ നമ്മളെ ഹൈദർ യൂസ് നമ്മുടെ കമ്മിറ്റിയിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾക്ക് വേണ്ടി എപ്പോഴും സേവനം ചെയ്യുന്ന ഉസ്താദന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയുള്ള അദ്ദേഹം ഒരുപാട്
ഒരുപാട് ക്യാഷ് ഇതിനെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വർക്ക് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ മദ്രസയുടെ അകത്ത് പല ചില ആള് ഫസ്റ്റ് ഏറ്റെടുത്ത ചില ആൾ സെക്കൻഡ് ഏറ്റെടുത്ത നമ്മൾ പരിപാടിക്കൊണ്ട് പലയാളും കാശ് കൊടുത്ത ആള്, നാട്ടിലുള്ള ആള്, വിദേശത്തിലാണ്. ഒരു ബന്ധം നമ്മളോട് ഇല്ലാത്ത അവിടുത്തെ സാഹചര്യത്തോടെ കുറെ കേസ് കൊടുത്ത ആള്. ഇവർക്കൊക്കെ ഇതിന്റെ വേണ്ടി ഗ്രൂപ്പ് ആരും ചെലവഴിച്ചവർക്കൊക്കെ നല്ല പ്രതികൾ നൽകുമാറാവട്ടെ. ഇനിയും നല്ല രൂപത്തിൽ ഇനി നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി ധാരാളം സേവനം ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് പല ടോപ്പിക്ക് നൽകുമാറാവട്ടെ. എൻ്റെ പ്രസംഗത്തിൽ ചില സമയത്ത് ചില വർഷത്തിൽ ഞങ്ങൾ ചില സ്ട്രോങ്ങിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്ന് കടുപ്പിച്ച് പറയാറുണ്ട്. അത് ചിലർക്കെങ്കിലും ദഹിക്കാറുണ്ട്. അത് വളരെ രൂപത്തിലൊക്കെ ചിലപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ, ഒരു വ്യക്തിയെ പരാമർശിക്കാനല്ല, നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. സഹോദരന്മാരാകുന്ന മകള് എന്നും നിങ്ങളോട് ഒരു വെറുപ്പുണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ തെര്യപ്പെടുത്തേണ്ടതുണ്ടോ? മക്കൾക്ക് ചില ആളുകൾ എന്ത് പരാതിയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പരാതി കാരണത്താൽ ഉസ്താദിന് വിഷമം വേണ്ടെന്ന് വിചാരിച്ച് പറയാത്ത ആള്. ചില ആള് എന്താണ് പരാതിക്കായിട്ട് മക്കൾ എത്രയോ വർഷം അവിടെ പഠിച്ചിട്ട് ഒന്നും ആ കുട്ടി പഠിക്കുന്ന ഉസ്താദിന് ഒരു അക്ഷരം ചോദിക്കാതെ രണ്ടടി കിട്ടുമ്പോൾ അപ്പോൾ വരുന്ന ആളുകൾ വരാത്തല്ല പ്രശ്നം. അപ്പോൾ മാത്രമല്ല നമ്മൾ ഉസ്താദുമായി ബന്ധപ്പെടേണ്ടത്. എന്താണ് പിന്നെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ അവരുടെ പഠനങ്ങനെയാണ്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന ഉസ്താദ് ചെയ്യും, ഈ കുട്ടിയുടെ രക്ഷിതാവ് ഇന്ന ആളാണ്, ഇന്ന ഭാഗത്ത് തരുന്നതാണ്. ചില ഉസ്താദ് ചില ക്ലാസ്സിൽ കുട്ടിയെ കണ്ടുകൊണ്ട് തന്നെ പെരുമാറണം. അതിന് രക്ഷിതാവ് ഇതിന്റെ അവസ്ഥ അറിയാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ സംസാരത്തിലൊക്കെ ബന്ധം പറയാൻ ചിലപ്പോൾ വേണ്ടോ അത് പരമാവധി ശ്രമിക്കും. പക്ഷേ എന്താണ് അങ്ങനെ വന്നു പോയി നല്ല നിലയിലൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എപ്പോഴും ഉസ്താദുമാരിൽ ബന്ധം കണക്ഷൻ വേണം. നമ്മുടെ മദ്രസമായിട്ട് ക്ലാസ്സുമായിട്ട് ഈ പ്രശ്നങ്ങൾ ഒന്നും അറിയുന്നില്ല. ഈ കുട്ടി എവിടുന്നോ പിന്നെ രക്ഷിതാമാരെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമുക്കൊക്കെ പരിഹരിക്കാം. നമ്മൾ രക്ഷിതാക്കൾ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ആണുങ്ങൾ കുറവും പെണ്ണുങ്ങൾ സ്കൂളിൽ തന്നെയാണ്. സ്കൂളിൽ നമ്മളൊരു രക്ഷിതാവായിട്ട് പോയി നോക്കുമ്പോൾ ഞാൻ ഒരാൾ മാത്രം അവിടെ ഒരു രക്ഷിതാവായിട്ട് സ്കൂളിൽ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ ഒറ്റയാള്. അപ്പൊ ആ അധ്യാപകൻ പറഞ്ഞു, നിങ്ങളാണല്ലോ ഇവിടെ വന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്. ഞാൻ പറഞ്ഞാലും ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല, ഞാൻ നാട്ടിൽ ഇല്ലാത്ത ആളാണ് പറഞ്ഞു. അപ്പൊ എന്തായി എല്ലാം ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ എളുപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും ഞെട്ടി പറഞ്ഞു കുട്ടി ശരിയായിട്ട് ഞാനൊന്ന് തടിയൊപ്പം ചെയ്തു. ഇതാണ് അവസ്ഥ. എവിടെയാണ് വരല് പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ വരട്ടാന്നല്ല, പെണ്ണുങ്ങൾ വന്നോട്ടെ. പക്ഷെ ഒരല്പം സമയം കണ്ട് ചർച്ച ചെയ്യാനുള്ള സമയത്ത് വന്ന ഓരോ കുട്ടികളുടെ ചർച്ച നമുക്ക് വിടാം, അവർക്ക് തിരയിരിക്കാം. മനസ്സിലായി? അപ്പൊ ഞാൻ കുറെ പറഞ്ഞിട്ട് നിങ്ങളെ എന്താക്കുന്നില്ല, വേദാനാക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ചിലക്ക് ദഹിക്കാത്തുണ്ടോ, ചിലക്ക് കുറച്ചോട്ട് നല്ലതാവട്ടെ, എങ്ങനെയാ ഹൈറാൻ സവാൻ ചെയ്താവട്ടെ, കാര്യങ്ങളൊക്കെ ഹൈറൻ വർക്കത്തിലാവട്ടെ. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം, നമ്മുടെ ഈ ഒത്തുകൂടൽ മെയിൻ ഉദ്ദേശം ദുആ ചെയ്തിട്ടുകയാണ്. മക്കൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രൈസ് കൊടുത്ത്, അതുപോലെ തന്നെ പല മക്കൾക്കും നല്ല കഴിവുണ്ട്. ഈ രക്ഷിതാക്കൾക്ക് അറിയില്ല എൻ്റെ കുട്ടിക്ക് ഇതിൻ്റെ കഴിവുണ്ട്. പക്ഷെ നമുക്ക് അധ്യാപകരാകുന്ന നമുക്ക് ചില കുട്ടികൾ പെട്ടെന്ന് കാണാൻ പഠിക്കാനുള്ള കഴിവുണ്ട്. ചില മക്കൾക്ക് നന്നായിട്ട് പാടാം, ചില കുട്ടികൾ നന്നായിട്ട് പ്രസവിക്കാം. പക്ഷേ രക്ഷിതാക്കൾക്ക് അറിയില്ല. നമ്മൾ രാത്രിയൊക്കെ ചിലപ്പോൾ 10 മണി വരെ റേസ് നടത്തുമ്പോൾ ചെറിയ മക്കൾ വേറൊരു ടൈം ആക്കില്ല. ക്ലാസ്സിൽ കുറച്ച് നിർബന്ധമായി നമ്മൾ എന്താണ് പാടില്ലാത്തതാണ്. ക്ലാസ്സായിട്ട് പോകണം, മറ്റേ എല്ലാം പഠിപ്പിക്കലൊക്കെ വേറായിട്ട് പോകണം. അങ്ങനെ ഒരു തത്വത്തിലാണ് പണ്ട് നമ്മളുള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസം ചെയ്യും. നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മൾ അവർ കോച്ചിങ്ങിന് വേണ്ടി രാത്രി 10-11 മണി വരെ ഇവിടെ ഇരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് കുട്ടികൾ നന്നായി പാടി പ്രസിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അവരുടെ പഠനത്തിന് തടസ്സം വരുന്നില്ല. നമുക്ക് എത്ര റിസ്ക് ഉണ്ടെങ്കിലും മക്കൾക്ക് പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ മക്കളെ നോക്കാതെ നല്ല മക്കളാക്കി മാറട്ടെ. വലിയ മക്കളാക്കി നമ്മുടെ ദുനിയാവിലും ആഫർക്കും നമുക്ക് ഉപകാരപ്പെടുന്ന വലുതായ മക്കളാക്കി മാറട്ടെ. നമ്മൾ മരിച്ച് മണ്ണിൽ പോയാൽ വലിയ മാതാപിതാക്കൾ നീ പൊറുക്കണേ എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള മക്കളായിട്ട് മാറട്ടെ. നമ്മുടെ ഈ നബിദിനം നമ്മുടെ അവസാനത്തെ നബിദിനമാവാതെ ഇനി ധാരാളം നബിദിനങ്ങൾ ആഘോഷങ്ങൾ ഇതൊക്കെ
സംഘടിപ്പിക്കാൻ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ദീർഘായുസ് നൽകുന്നതാകട്ടെ. നമ്മുടെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, വലിയ വലിയ രോഗങ്ങൾ, വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ട വലിയ സംഖ്യ ചെലവിക്കപ്പെടേണ്ട രോഗങ്ങൾ, അങ്ങനത്തെ കഷ്ടപ്പാടുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ ബന്ധപ്പെട്ട് എല്ലാവരും കാത്തിരക്ഷിക്കുമാറാകട്ടെ. കബറിൽ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അവരുടെ അവസ്ഥ അള്ളാഹുവിനെ മാത്രമായി നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദന്മാരിൽ പല ആളും മരിച്ചുപോയി, അവർക്ക് അള്ളാഹുതആല മൗഫിറത്ത് നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് അള്ളാഹുതആല രണ്ട് ലോകത്തിനും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിന് വേണ്ടി ഇങ്ങനെ ഒത്തിരിക്കാനും പിന്നെ ഒന്നിച്ച് നല്ല റാഹത്തിൽ സന്തോഷത്തിൽ സമാധാനത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ പ്രവർത്തിക്കാൻ നമുക്ക് തോൽപ്പിക്കാനുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ആദ്യത്തെ കുട്ടികളിൽ അവസാനത്തെ കുട്ടി വരെയുള്ള എല്ലാ ആളുകളെയും അല്ലാഹുതആല അവർക്കൊക്കെ അല്ലാഹുതആല പ്രദാനം ചെയ്യുമാറാവട്ടെ, സ്വർഗം നൽകുമാറാവട്ടെ. നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹുതആല ഹിസാബ് ഇല്ലാതെ തന്നെ സ്വർഗം തരുമാറാവട്ടെ. നമ്മളെ മക്കൾക്ക് വലിയ വിദ്യാർത്ഥികൾ, നമ്മുടെ തലാമീദുകളെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ അല്ലാഹുതആല സ്കൂളിൽ അവർ പരീക്ഷ മദ്രസയിൽ വന്നുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിച്ച് പരീക്ഷ ചെയ്ത് അവർക്ക് പ്രത്യേകം ചെയ്യുമാറാവട്ടെ. സ്കൂളിൽ എത്ര പഠിക്കാൻ പ്രയാസമുണ്ടെങ്കിലും മദ്രസ ഒരു ദിവസം പോലും കട്ടാക്കാതെ വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ പറയും, അവർക്ക് പ്രത്യേകം അല്ലാഹുതആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ റമദാൻ മാസങ്ങളിലൊക്കെ ഒരു ദിവസം ലീവാക്കാതെ വന്ന കുട്ടികൾക്കുണ്ട്. അവർക്ക് രണ്ട് ലോകം ഖൈറാക്കുമാറാവട്ടെ. അവർക്കുള്ള ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ ഇന്നലെ കൊടുത്ത് രണ്ട് കുട്ടികളുടെ സമ്മാനങ്ങൾ നടത്തിപ്പോയിട്ടുണ്ട്. ഇപ്പൊ കൊടുക്കും. ഇനിയും അടുത്ത റമദാൻ ക്ലാസ് ഉണ്ടാകുമ്പോൾ മുഴുവൻ ദിവസങ്ങൾ ക്ലാസ്സിൽ വരാൻ അല്ലാഹുതആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്ത് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും ശരി മദ്രസയും ക്ലാസും മുടങ്ങാതെ പഠിക്കാൻ തൗഫീഖ് തൗഫീഖിലൂടെ നമ്മുടെ സ്ഥാപനത്തെയും നമ്മുടെ ഈ മാർഗത്തിലെ എല്ലാവരും ഒരാളും വയ്യാതെ എല്ലാവർക്കും അല്ലാഹുതആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹുതആല ബർസഖിയ ജീവൻ ഖൈറാക്കുമാറാവട്ടെ. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹുതആല ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ഉസ്താദുമാരെ ഒരു പ്രശ്നമായിട്ട് ഇതുവരെ അവതരിപ്പിക്കാത്ത ഉസ്താദുമാർ ലോകത്തെവിടെ കാണില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അടക്കി ഒതുക്കി കഴിയുന്ന ആളുകൾ അവർക്കൊക്കെ അല്ലാഹുതആല രണ്ട് ലോകത്തും ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റികളെ അവർക്ക് അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ നല്ല ശാന്തി നൽകുമാറാവട്ടെ. രണ്ട് ലോകത്തിലും പ്രദാനം ചെയ്യട്ടെ. ആരെങ്കിലും ആരെങ്കിലും വീടുകളിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ട രോഗമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ രോഗത്തിനുള്ള ശാന്തി നൽകുമാറാവട്ടെ. പഠനത്തിൽ പിന്നോക്കമായ ആളുകൾക്ക് നല്ല പഠന പുരോഗതി നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ കൃത്യമായി വരുന്ന ആളുകൾക്ക് അടുത്ത വർഷം പ്രത്യേക സമ്മാനം കൊടുക്കുന്നുണ്ട്. സുബിക്ക് കുറെ കുട്ടികളൊക്കെ വന്നിരുന്നു കഴിഞ്ഞ കാര്യങ്ങൾ. ഇപ്പൊ കുട്ടികൾ ചെറുതാവില്ലേ വരാൻ കുട്ടികൾ ഉപ്പമാർക്ക് പള്ളിയിൽ കുട്ടി വരുന്നുണ്ട്. ആ ഉപ്പമാരും ശ്രദ്ധിച്ചാൽ കുട്ടികൾ വരും. നമുക്ക് ഒറ്റക്ക് സ്വർഗത്തിൽ പോയാൽ രസം കിട്ടില്ല. മക്കളെ കാട്ടി ഉപ്പമാർ മാത്രം സ്വർഗത്തിൽ പോയാൽ രസം കിട്ടില്ല. അതുകൊണ്ട് മക്കളെ കൊണ്ട് നമ്മുടെ കുടുംബത്തെ കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാം. അത് നമ്മൾ തോൽപ്പിക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളിലെ കയ്യിലെത്തും. ആരും തന്നെ സീറ്റിൽ നിന്ന് നിർബന്ധമായിട്ട് എഴുന്നേൽക്കാൻ പാടില്ല. ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സീറ്റിൽ ഇരിക്കാൻ നിർബന്ധം. നിൽക്കുന്ന ആൾക്കിൽ കൊടുക്കണ്ടെന്നുള്ള ഇരിക്കുന്ന ആളുകളാണല്ലോ അതുള്ള ആളുകൾ. അപ്പൊ സീറ്റിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മാത്രം ഇരിക്കുന്ന